ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കൊല്ലത്ത് സർപ്രൈസിനൊരുങ്ങി BJP. NK പ്രേമചന്ദ്രനും മുകേഷിനും എതിർ സ്ഥാനാർത്ഥികളായതോടുകൂടി ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ കണത്തിലിറക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. കുമ്മനം രാജശേഖരനാണ് കൂടുതൽ സാധ്യത. കൊല്ലത്ത് LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും പ്രചാരണം തുടങ്ങി ദിവസങ്ങൾ പിന്നിട്ടിട്ടും BJPക്ക് സ്ഥാനാർത്ഥിയെ പോലും തീരുമാനമായില്ല. BJPയുടെ മുഖങ്ങളായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നവർ തന്നെയാകും സ്ഥാനാർത്ഥിയാകുക എന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. സ്ഥാനാർത്ഥിയാകാൻ ഇല്ല എന്ന് കുമ്മനം രാജശേഖരൻ അറിയിച്ചെങ്കിലും നേതൃത്വം പറഞ്ഞാൽ അനുസരിക്കേണ്ടി വരും. BJPക്ക് കൂടുതൽ വേരോട്ടമുള്ള ജില്ലയാണ് കൊല്ലം. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലധികം വോട്ട് BJP നേടിയിരുന്നു. ഇത്തവണ അതിലും കൂടുതൽ വോട്ട് നേടാൻ സാധ്യതയുള്ളവരെയാണ് കളത്തിലിറക്കുന്നത്. LDFും UDFും പ്രചാരണം ആരംഭിച്ചു. LDF സ്ഥാനാർത്ഥി M മുകേഷ് ഇന്നലെ യുവ വോട്ടർമാരെ നേരിൽ കാണാനായി കലാലയങ്ങളിലെത്തി റോഡ് ഷോയും സംഘടിപ്പിച്ചു. വളരെ സന്തോഷത്തോടുകൂടി ഈ ആർട്സ് ക്ലബ്ബിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതിനോടൊപ്പം ഞാനൊരു സ്ഥാനാർത്ഥിയും കൂടെയാണ്. 41 കൊല്ലമായിട്ട് കലാകാരനാണ്. പൊടുന്നനെ 7.5 കൊല്ലം മുമ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, സിനിമാ നടനായ താങ്കൾ രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യാനും, ഇനി അഥവാ MLA ആയാലും നിങ്ങൾക്ക് എന്തറിയാം? 7.5 കൊല്ലം MLA ആയിരുന്നു, ഇപ്പോൾ MP ആയിട്ട് നിൽക്കുന്നു. പ്രചരണങ്ങളും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള നേതൃയോഗങ്ങളുമായി UDF മുന്നോട്ട് പോകുകയാണ്. ചുമരെഴുത്തുകളും മറ്റു പ്രചരണ മാർഗങ്ങളും ജില്ലയിൽ ഉടനീളം നിറഞ്ഞു കഴിഞ്ഞു. റിപ്പോർട്ടർ, കൊല്ലം.